പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സുപ്രഭാതത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, മാതാവേ, പിതാവേ, സഹോദര, കുഞ്ഞെ, ഇന്നു പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന് ഹിതമില്ലാതെ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയം ആകാതെ നിന്നെ ഈ ലോക ശക്തികൾക്കോ ഇഹലോക ശക്തികൾക്കോ ഒരു ദുഷ്ടാത്മാവിൻ്റെ ശക്തിക്കോ നിന്നെ പിടിക്കുവാൻ, നിന്നെ തൊടുവാൻ കഴിയയില്ല. കാരണം നീ കർത്താവിനുള്ളവനാകയാൽ, നീ കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്നവനാകയാൽ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാകയാൽ, ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാകയാൽ, ക്രിസ്തുവിൻ്റെ പൈതലാകയാൽ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കയാൽ നിന്നെ ഇഹലോക ശക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം യേശു കർത്താവിനെ പിതാവാകുന്ന ദൈവം ഏൽപ്പിച്ചു കൊടുക്കാതെ അവനെ പിടിപ്പാൻ കഴിയുകയില്ല. ഗെത്സമനയിൽ യൂദയും പടയാളികളുമായി കയറി വരുന്നു. ഗെത്സമനയിൽ അവനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ പിടിക്കാൻ ചെന്ന സമയത്ത് കാണുന്ന വാക്യമാണെന്ന് വായിച്ചത്, അവർ പിൻവാങ്ങി നിലത്തു വീണു. ഇന്ന് പകൽ എത്രയോ സമയങ്ങളിൽ യേശുവിനെ പിടിക്കുവാൻ അവർ കടന്നു ചെന്നു, പക്ഷെ പിടിപ്പാൻ ചെന്നില്ല. അവരുടെ ഇടയിൽ നിന്ന് അവൻ വാങ്ങിപ്പോയി എന്ന് നാം കാണുന്നു ഇന്ന് ഈ പകൽക്കാലം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അവൻ പീലാത്തോസിന്റെ അടുക്കൽ പറഞ്ഞത്, ഉയരത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുകയില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, നിങ്ങളെ ഇഹലോക ശക്തികൾക്കോ അന്ധകാര മണ്ഡലങ്ങൾക്കോ ദുഷ്ടാത്മസേനകൾക്കോ ഇഹലോക ശക്തികൾക്കോ അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ ദൈവത്തിന് പദ്ധതിയില്ലാതെ, ദൈവത്തിൻ്റെ ഹിതമില്ലാതെ നിങ്ങളെ സ്പർശിക്കുവാൻ കഴിയത്തില്ല, നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല, നിങ്ങളെ പിടിപ്പാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്ത കർത്താവേ, ഈ നല്ല പ്രഭാതത്തിന് നന്ദി. ഈ തന്റെ ജനത്തിന് മേൽ ആമേൻ ഏതൊക്കെ തലങ്ങളിലൂടെ ശത്രു, ഇഹലോക ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ ആമേൻ ഉയർത്തിവിടുന്ന ഏത് വെല്ലുവിളികളായാലും ഇന്ന് പകൽ വചനം പറയുന്നു, അവന്റെ പദ്ധതിയില്ലാതെ അവന് എന്നെ പിടിപ്പാൻ, തൊടുവാൻ, നോട്ടമിടുവാൻ കഴിയുകയില്ലല്ലോ. ഈ ജനത്തെ അവിടുന്ന് പരിപാലിക്ക്, ശക്തീകരിക്ക്, ബലപ്പെടുത്ത്, സൗഖ്യമാക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.